Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ പാർട്ട് സിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ ആദ്യത്തെ ഈ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് കാര്യങ്ങളുണ്ട്, കോർപ്പറേറ്റ് ഗവേണൻസും ബിസിനസ് എത്തിക്സും. സോ രണ്ട് ഏരിയസിൽ നിന്ന് നമുക്ക് SI ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എത്തിക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യമാണ് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇപ്പോൾ ബിസിനസ് എത്തിക്സ് എന്താണ്, ബിസിനസ് എത്തിക്സ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ സ്കോപ്പ്, അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ എത്തിക്കൽ ഇഷ്യൂസ് ബിസിനസ്സിലെ ഏതെങ്കിലും ഒരു ഏരിയയിൽ എങ്ങനെയാണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ, അങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്താണ്, അതിൻ്റെ സ്കോപ്പ്, പിന്നെ എത്തിക്കൽ ഇഷ്യൂസ് ബിസിനസ്സിലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനെ. ഇനി നെക്സ്റ്റ് നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിലേതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ. ഇപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്, ദെൻ അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളിൽ ഒന്ന് കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം, മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം, മേജർ കോർപ്പറേറ്റ് സിസ്റ്റം, ഞാൻ സിസ്റ്റം എന്ന് മാത്രമേ എഴുതാനുള്ളൂ, സിസ്റ്റംസ്, കോർപ്പറേറ്റ് ഗവേണൻസിലെ മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റംസ് അതൊന്ന്. അതുപോലെ തന്നെ തിയറീസ് ആൻഡ് മോഡൽസ്, ഇതിലേതെങ്കിലുമൊക്കെ മാറി മാറി വരുന്നതാണ്. തിയറീസ് ആൻഡ് മോഡൽസ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ അതൊന്ന്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്, മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം, ദെൻ തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും മാറി മാറി വരാറുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രിൻസിപ്പിൾസ് തന്നെയാണ്. അതിൽ കോഡ്സ് കമ്മിറ്റീനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമുണ്ട് വന്നിട്ടുള്ളത്. വാട്ട് ആർ ദി പ്രിൻസിപ്പിൾസ് or codes of corporate governance suggested by various committees in Indian സിനാരിയോ, അങ്ങനെ ഒരു രീതിയിലൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ തന്നെ ഉള്ള വാരിയസ് ചാലഞ്ചസ്, അങ്ങനെ എക്സ്പ്ലെയിൻ വാരിയസ് ചലഞ്ചസ് in effectively implementing good governance policies, good governance policies in the Indian context, in the
ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, അത് മറ്റൊരു എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യം. ദെൻ പല കമ്മിറ്റീസ് ഉണ്ടല്ലോ, അതിൽ ബിർള കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് ബിർള കമ്മിറ്റി റിപ്പോർട്ട്സ് ഓൺ corporate governance. ബിർള കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് ചോദിക്കാറുണ്ട്, ഉള്ളതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ബിർള കമ്മിറ്റി. ഓക്കെ, കമ്മിറ്റീസ് നോക്കണം കേട്ടോ. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ചോദിക്കാറുണ്ട്. ഡ്യൂട്ടീസ് responsibilities and powers of board of directors നോക്കണം. ദെൻ നെക്സ്റ്റ് ക്ലോസ് 49 എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്, അതിൻ്റെയും റെലവൻസ് അതെന്തായാലും നോക്കാം കേട്ടോ. അത് ചിലപ്പോൾ പാർട്ട് എയിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്ലോസ് 49 എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, നിർബന്ധമായും പഠിക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഡ്യൂട്ടീസ് ബോർഡ്, അതാണ് മറ്റൊരു ചോദ്യം. ദെൻ നെക്സ്റ്റ് IFRS വരാറുണ്ട്. IFRS എക്സ്പ്ലെയിൻ ചെയ്യാണ് അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, അതും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് പാർട്ട് സിയിൽ ഇപ്പോൾ കണ്ടേ. അതിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ബേസിക്സിൽ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതെങ്കിലും 1-2 വരെ കിട്ടും. പിന്നെ എത്തിക്സിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം വരും. 4 എണ്ണത്തിൽ 2 എഴുതിയാൽ മതിയില്ലേ. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. എത്തിക്സ്, ബിസിനസ് എത്തിക്സ് എന്താണ് അതിൻ്റെ സ്കോപ്പ്, എത്തിക്കൽ ഇഷ്യൂസ് ഏതെങ്കിലും ഒരു ഏരിയയിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, അത് മാർക്കറ്റിംഗ് ആവാം, ഏത് വേണമെങ്കിലും ആവാം. മാർക്കറ്റിങ്ങിൻ്റെ എക്സാമ്പിൾ ഞാൻ തന്നു മാത്രം. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്, മേജർ സിസ്റ്റംസ്, അതിൻ്റെ തിയറീസ്, മോഡൽസ്, ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസിൻ്റെയും കോഡ്സിൻ്റെയും കമ്മിറ്റീസ് സജസ്റ്റ് ചെയ്തിട്ടുള്ളതിനെ പറ്റിയിട്ടുള്ള മറ്റൊരു ചോദ്യം. ചലഞ്ചസ് ഇഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റിംഗ് ഗുഡ് ഗവേണൻസ് പോളിസീസ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ബിർള കമ്മിറ്റീനെ പറ്റിയുള്ള കാര്യം. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ്, പവേഴ്സ്, റെസ്പോൺസിബിലിറ്റി. ക്ലോസ് 49 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. IFRS എന്താണ്, അതിൻ്റെ നീഡ്സും ഇമ്പോർട്ടൻസും, നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്, അത് മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളതും പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 4 കിട്ടും, നമുക്ക് 2 അതിൽ എഴുതിയാൽ മതി. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്, പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങൾ. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.